ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതി ആരും അറിയാതെ നേരെ വർഷയുടെ വീട്ടിലേക്ക് ചെന്ന് കൊടുത്തിന് മഹിമ ആന്റിയോട് സംസാരിക്കാണ്. ആന്റി, എനിക്കൊരു 5 ലക്ഷം രൂപ വേണം ആന്റി. എന്റെ ഡാഡി മലേഷ്യയിലാണെന്നറിയാലോ, പക്ഷെ ഇപ്പൊ നിർഭാഗ്യവശാൽ ഡാഡി ജയിലിലാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണം ആന്റി. പക്ഷേ എനിക്ക് ആന്റി ക്യാഷ് തരുന്ന കാര്യം സുധിയുടെ വീട്ടുകാരും തന്നെ അറിയാൻ പാടില്ല. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടതിനെ മധുസൂദൻ മഹിമയെ ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടതിനെ ചോദിക്കുന്നുണ്ട്, ഇവള് ശരിക്കും പണക്കാരുടെ വീട്ടിലെ കുട്ടി തന്നെയാണോ? അല്ല മഹിമേ, ഇതുപോലുള്ള ആളുകൾക്കൊക്കെ പൈസ കടം കൊടുത്താലേ പിന്നെ അവര് വീണ്ടും വീണ്ടും വന്നിട്ട് നമ്മളോട് പണം ചോദിക്കും. അതുകൊണ്ട് ഒരു 10 പൈസ പോലും അവൾക്ക് കൊടുത്തേക്കരുത് എന്നൊക്കെ പറയും. അന്നേരം മഹിമ പറയുന്നത്, അതിന് ഞാൻ അവൾക്ക് 1 രൂപ പോലും വെറുതെ കൊടുക്കുന്നൊന്നുമില്ല ഏട്ടാ. അവളെ വെച്ച് എനിക്ക് ഏതായാലും ഒരു കാര്യം സാധിക്കാനുണ്ട്. അവൾക്ക് ഞാൻ കാശ് കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഞാൻ അവളെ ഏൽപ്പിക്കും. അത് അതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ മഹിമ ആരാണെന്നുള്ള കാര്യം അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ടതിന് മഹിമ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് പറയുന്നുണ്ട്, 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ തുകയൊന്നുമല്ല ശ്രുതി. 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ചായ കൊടുക്കുന്ന കാശേ ആവുള്ളൂ. പിന്നെ നീ ഇതെപ്പോ തിരിച്ചു തന്നാലും ഞങ്ങൾക്കതൊരു പ്രശ്നവുമല്ല. ഞാൻ നിനക്ക് പണം തരാം, പക്ഷെ അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ ചെന്നിട്ട് വർഷയുടെ മനസ്സ് മാറ്റിക്കൊണ്ട് അവളെയും ശ്രീകാന്തിനെയും തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. എന്താ ശ്രുതി, അതിന് പകരം ഞാൻ പറഞ്ഞ ജോലി നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാണ് മഹിമ. ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞ ആന്റി കാശ് തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞിട്ട്, ആന്റി അതൊക്കെ ഞാൻ ചെയ്തോളാം. വർഷയുടെ മനസ്സ് മാറ്റി അവളെയും ശ്രീകാന്തിനെയും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കാം എന്നൊക്കെ ശ്രുതി വാക്ക് കൊടുക്കുകയാണ്. അവരുടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ മഹിമയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടായിരിക്കും ശ്രുതി അവിടെ നിന്നും പോകുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ശ്രുതി ഇങ്ങനെ വർഷയോട് സംസാരിക്കുന്നുണ്ട്, അല്ല വർഷേ, നീ നിന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോകുന്നതാ നല്ലത്. നീ എന്നെ പോലെ നല്ല പണമുള്ള വീട്ടിലെ പെണ്ണാണ്. നമ്മുടെ സ്റ്റാൻഡേർഡിനും സംസ്കാരത്തിനൊക്കെ ചേർന്ന വീടാണോ ഇത്? നിനക്കും ശ്രീകാന്തിനും അവിടെ വലിയ വീടും കാറൊക്കെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴും ശ്രുതിയെ വിളിച്ച് ഞാൻ ആ വീട്ടിൽ പോയി താമസിച്ചേനെന്നൊക്കെ പറയാണ് ശ്രുതി. അന്നേരം വർഷ പറഞ്ഞിട്ട്, ഏട്ടത്തി, എനിക്ക് വീടും കാറും ഒന്നുമല്ല പ്രധാനം. ശ്രീകാന്ത് എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ അവന്റെ കൂടെ താമസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, നിങ്ങൾ മലേഷ്യയിലെ വലിയ പണക്കാരിയല്ലേ, പിന്നെ നിങ്ങൾ എന്താ ശ്രുതിയേട്ടനെ വിളിച്ചുകൊണ്ടതിനെ നേരെ മലേഷ്യയിലേക്ക് പോവാത്തതെന്നൊക്കെ തിരിച്ചു ചോദിക്കാണ് വർഷ. അന്നേരം ശ്രുതി തിരിച്ചു പറയുന്നത്, അതിന് എന്റെ അച്ഛൻ ഇപ്പൊ മലേഷ്യയിലെ ജയിലിലല്ലേ. അതുമല്ല, ശ്രുതി ഇപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. അത് വെച്ച് ഒരുപാടധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം വലിയൊരു വീട് വെച്ച് അതിലേക്ക് താമസം മാറാനാണ് ഞങ്ങളുടെ പ്ലാന്. അല്ലാതെ എന്റെ അച്ഛന്റെ കാശിൽ ജീവിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ വർഷ പറഞ്ഞത്, എന്നാ പിന്നെ എന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഏട്ടത്തി. ശ്രീകാന്ത് ഇനി വലിയൊരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ്. അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഞങ്ങൾ വലിയൊരു വീട് വെക്കും. പിന്നെ ഏട്ടത്തി ഏതായാലും ഇനി ഈ കാര്യം ചോദിച്ച് എന്റെ മുന്നിൽ വന്നേക്കരുത്. ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഏട്ടത്തി ഏതായാലും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ വർഷ അവിടെ നിന്നും പോകുന്നത്. ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരാണ്. ശ്രുതി പറഞ്ഞത്, അല്ലെങ്കിലും ഈ അഹങ്കാരിയെ ഉപദേശിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഞാൻ ആന്റിയോട് എന്ത് പറയും? വർഷയുടെ മറുപടി എങ്ങാനും മഹമാന്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ തിരികെ വാങ്ങിച്ചത് തന്നെ മാത്രമല്ല എന്റെ കഥ തന്നെ അങ്ങ് കഴിഞ്ഞേനെ. ഇനിയിപ്പോ എന്ത് താൻ ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് ആകെ അങ്ങനെ ആലോചിച്ച് ടെൻഷനായി നിൽക്കുമായിരിക്കും ശ്രുതി. പിറ്റേ ദിവസം തന്നെ വർഷയുടെ കോള് വന്നതിന് ശേഷം മഹിമ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ദേഷ്യപ്പെട്ട് നേരെ കലി തുള്ളിക്കൊണ്ടായിരിക്കട്ടോ മധുസൂദനന്റെ അടുത്തേക്ക് വരുന്നത്. മഹിമ പറഞ്ഞിട്ട്, മോളെ ഉപദേശിക്കാൻ ഞാൻ ആ ശ്രുതിയെ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് ഇപ്പതേ കണ്ടില്ലേ, അവള് വലിയ ദ്രോഹ ചെയ്തത്. വർഷമോൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് താമസിക്കാൻ പോലും വരില്ലെന്നാ പറയുന്നത്. അന്നേരം മധുസൂദനൻ ചോദിക്കുന്നത്, നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മഹിമേ? നീ വെറുതെ ആ 5 ലക്ഷം രൂപ കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇനി ഏതായാലും നിനക്ക് ആ പൈസ തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും അവള് വലിയ പണക്കാരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ മഹിമ പറഞ്ഞിട്ട്, ഇനിയിപ്പോ എനിക്ക് 5 ലക്ഷം രൂപ തിരികെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഏതായാലും ആ കുടുംബത്തിനെ എനിക്ക് ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ പാഴാക്കില്ല ഏട്ടാ. ആ ചന്ദ്രമതി അമ്മയെ നാണം കെടുത്താൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മഹിമ നേരെ ചന്ദ്രമതിക്ക് കോൾ ചെയ്യുന്നത്. മഹിമ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇത്രമാത്രം ദാരിദ്ര്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ചന്ദ്രമതി അമ്മേ. ഞാൻ അന്ന് 5 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് അങ്ങോട്ടേക്ക് വന്നതല്ലേ. അന്നേരം ആ ചെക്ക് വാങ്ങിക്കാൻ നിങ്ങളുടെ ദുരഭിമാനം സമ്മതിച്ചില്ല. ഇപ്പതേ ആരും കാണാതെ മരുമകളെ വീട്ടിലേക്ക് പണത്തിന് വേണ്ടി വിട്ടിരിക്കുക. യോ, നിങ്ങൾക്ക് ഇത്രമാത്രം ആർത്തി ഉണ്ടായിരുന്നോ പണത്തിന്? നിങ്ങളെക്കുറിച്ച് ഞാൻ ഏതായാലും ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. ചന്ദ്രമതി അമ്മക്ക് കാശ് വേണമെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് ചോദിക്കാമായിരുന്നില്ലേ? മഹിമയുടെ കളിയാക്കലും കേട്ടുകൊണ്ടതിന് ചന്ദ്രമതിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്രമതി ചോദിക്കുന്നതിന്, മഹിമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് പണത്തിന് വേണ്ടി ഞാൻ ആരെയും ഇവിടെ നിന്നും വിട്ടിട്ടില്ല. സച്ചി അറിയാതെ ആരും ഇവിടെ നിന്നും 5 ലക്ഷം രൂപയൊന്നും വാങ്ങിക്കില്ല എന്ന് പറയുന്ന സമയത്തന്നെ മഹിമ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ഞാൻ കള്ളം പറയാണെന്നോ ചന്ദ്രമതി പറയുന്നത്? നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മരുമകളോട് നേരിട്ട് ചോദിക്കും. ദേഷ്യപ്പെട്ട് മഹിമ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാവും. ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട്, എന്നാലും ആരായിരിക്കും എന്റെ ഏത് മകളായിരിക്കും ആ ഒരു പണം വാങ്ങിച്ചത്?
ഇവിടുത്തെ പൂക്കാരിയല്ലേ ദാരിദ്ര്യം പിടിച്ചവള്, മിക്കവാറും അവള് തന്നെയായിരിക്കും 5 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. ഞാൻ പോലും അറിയാതെ 5 ലക്ഷം രൂപ വർഷയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കാൻ അവൾക്കെന്താ നാണമില്ലേ? എടി രേവതി, നീ എവിടെയാടി? ഇങ്ങോട്ടേക്ക് വാടി, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി വാടി എന്നൊക്കെ പറഞ്ഞങ്ങനെ അലറി വിളിക്കുമായിരിക്കട്ടെ ചന്ദ്രമതി. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നതിന്, എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയത്? നീ എന്തിനെങ്ങനെ ഒച്ചയെടുക്കുന്നത്? അവളെന്താ നീ വിളിച്ചാ വരില്ലേ? നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? നിനക്ക് എന്താണ് ഈ ചായ കിട്ടില്ലേ? മോളെ രേവതി, നീ ഇവൾക്ക് ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാണ് രവീന്ദ്രൻ. അന്നേരം രേവതി വന്ന് പറഞ്ഞിട്ട്, അച്ഛാ ചായയൊക്കെ ഞാൻ രാവിലെ തന്നെ കൊടുത്തു എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അതിന് ആർക്ക് വേണം രവിയേട്ട ഇവളുടെയൊക്കെ ചായ? ഈ വീട്ടിൽ നടക്കുന്ന വല്ല കാര്യവും നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ പൂക്കാരി ഉണ്ടല്ലോ, ഇവള് കാശിന് ആർത്തി പിടിച്ചവളാ. നമ്മൾ ആരും അറിയാതെ ഇവള് വർഷമോളുടെ വീട്ടിലേക്ക് പണം ചോദിച്ച് ചെന്നെന്ന്. എന്നിട്ട് ആരും അറിയാതെ മഹിമയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ ചോദിച്ചു വാങ്ങിയത്രേ. നാണം കെട്ടവൾ. ഏതായാലും സച്ചി പോലും ഇത് അറിഞ്ഞു കാണില്ല. എടി, സച്ചി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ വീട്ടിലെ താമസം പോലും അവൻ ഇല്ലാതാക്കും. അവൻ ഇന്ന് തന്നെ നിന്നെ ഇവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുമെന്ന്. ഏതായാലും ഇതുപോലെ പണത്തിന് ആർത്തി പിടിച്ചവളെ അവൻ ഏതായാലും വേണ്ടല്ലോ. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ നീ എന്തൊക്കെയാണ് ഈ വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? വർഷമോളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പണം ചോദിക്കാൻ മാത്രം അത്ര മണ്ടിയാണോ നമ്മുടെ രേവതി മോള്? അവൾ സച്ചിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ രേവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ട്, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണ് രവിയേട്ട. ഇവളെ ഇതല്ല, ഇതിന്റെ അപ്പുറം ചെയ്യുന്നവളാണ്. ഇവളെ പറ്റിയിട്ട് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാണ്. എടി, വർഷയുടെ വീട്ടിലെ പണം കണ്ടിട്ട് നീ അധികം അങ്ങ് തുള്ളണ്ടടി. നീ മഹിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 ലക്ഷം രൂപ അതെവിടെ ഒളിപ്പിച്ചു വെച്ചു? വേഗം പോയിട്ട് പണം എടുത്തോണ്ട് വാടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ് രേവതിയോട്. അന്നേരം രേവതി പറഞ്ഞിട്ട്, അമ്മേ, ഞാൻ ഏത് പണം ഒളിപ്പിച്ചു വെച്ചെന്ന്? ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പണം ഒന്നും വാങ്ങിച്ചിട്ടില്ല. അമ്മ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അമ്മക്ക് എന്തോ പ്രശ്നമുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, പ്രശ്നം എനിക്കല്ലടി, നിനക്കാണ്. രവിയേട്ട, ഇങ്ങനെ പോയാ പിന്നെ ഇവള് ശ്രുതിയുടെ മലേഷ്യയിലെ ഡാഡിയെ വിളിച്ചിട്ട് പോലും പണം ചോദിക്കില്ലേ? ഇതേതായാലും ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. കുടുംബത്തിന് തന്നെ അപമാനം ഉണ്ടാക്കിയുള്ളതാണ് ഇവള്. അതുകൊണ്ട് തന്നെ ഇവളെ ഇനി ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന് സച്ചി തന്നെ തീരുമാനിക്കട്ടെ. എടാ സച്ചി, നീ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങ് ദേഷ്യപ്പെടും. ചന്ദ്രമതിയുടെ അലർച്ചയെല്ലാം കേട്ടുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വന്ന് ചോദിക്കുന്നതിന്, എന്താ അച്ഛാ ഇവിടെ പ്രശ്നം? അമ്മ എന്തിനെങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറഞ്ഞിട്ട്, എനിക്കൊന്നും അറിയില്ലടാ. നീ ഏതായാലും നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക്. ഇവള് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ചന്ദ്രമതി പറഞ്ഞിട്ട്, എടാ, ഈ നിൽക്കുന്നവളുണ്ടല്ലോ, നിന്റെ ഭാര്യ എന്ന് പറയുന്നവള്, ഇവൾ നിന്റെ ശത്രുവിന്റെ വീട്ടിൽ പോയിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചു വാങ്ങിച്ചു. 5 ലക്ഷം രൂപ കടമായിട്ടാണ് അവര് കൊടുത്തത്. എന്നോട് പോലും ചോദിക്കാതെ തന്നെ അവൾ ആ കാര്യം ചെയ്തത്. മഹിമ ഇപ്പൊ എന്നെ വിളിച്ച് അതെല്ലാം പറഞ്ഞു. എടാ, ഇതിൽ പരം നിനക്ക് നാണക്കേടിന് വരാനുണ്ടോടാന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങ് പൊട്ടിത്തെറിക്കും. ഇനി നീ എങ്ങനെ തലയുയർത്തിയിട്ട് ആ മധുസൂദനന്റെ മുഖത്ത് നോക്കും? അത്രമാത്രം അപമാനമല്ലേ നിന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതുപോലൊരു ഭാര്യ നിനക്കിനി വേണോടാ? എടാ, നീ അവളുടെ മുഖത്തിട്ട് 2 പൊട്ടിക്കടാ. ഇപ്പൊ തന്നെ ഇവളെ എവിടെ നിന്നും അടിച്ചു പുറത്താക്കിയിട്ട് വാതില് പുറത്തേക്കാക്കി കുറ്റിയിടുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് കൽപ്പിക്കും. ഇതെല്ലാം കേൾക്കുമ്പോ സച്ചിക്കങ്ങ് ദേഷ്യം വരോടെ. സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത്? എന്റെ രേവതി എന്റെ ആജന്മ ശത്രുവിന്റെ വീട്ടിൽ പോയിട്ട് പണം ചോദിച്ചു വാങ്ങിയെന്നോ? അങ്ങനെ എങ്ങാനോ രേവതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണമ്മേ. പക്ഷേ ആ ഒരു കാര്യം അമ്മ എന്റെ മുന്നിൽ വെച്ച് തെളിയിച്ചേ പറ്റൂ. എന്താ പറ്റൂ അമ്മക്ക്? അല്ലാതെ അമ്മയുടെ വാക്കും കേട്ടുകൊണ്ടതിന് എന്റെ രേവതി ഉപേക്ഷിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, അതെടാ, നീ എന്നെ വിശ്വസിക്ക്. ഇപ്പൊ തന്നെ ഞാനതൊന്നും എനിക്ക് തെളിയിച്ചു തരുന്നുണ്ട്. നിന്റെ ഭാര്യ ആരാണെന്നുള്ള കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. മോളെ വർഷേ, നീ ഇപ്പൊ തന്നെ നിന്റെ അമ്മയൊന്ന് കോൾ ചെയ്യേ. ഫോൺ സ്പീക്കറിലിട്ട് വെക്കുന്നൊക്കെ പറയാൻ ചന്ദ്രമതി. ആ സമയത്തും വർഷ പറഞ്ഞിട്ട്, രേവതി ഏട്ടത്തി ഏതായാലും എന്റെ മമ്മയ്ക്ക് വിളിച്ചിട്ട് കാശൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആന്റി. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് അറിയണല്ലോ. അതുകൊണ്ട് ഞാൻ ഏതായാലും കോൾ ചെയ്ത് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ് വർഷ. മഹിമ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, മമ്മി, ഇന്നലെ രേവതി എടുത്തി മമ്മിയുടെ അടുത്ത് വന്നു കൊടുത്തിട്ട് മമ്മിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചോ എന്ന് ചോദിക്കും. എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് മമ്മി ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ മഹിമ ചോദിക്കുന്നുണ്ട്, എന്ത് രേവതിയോ? അവൾ ആ സച്ചിയുടെ ഭാര്യ. അവൾ എന്തിനാ എന്റെ കയ്യിൽ നിന്നും പണമൊക്കെ വാങ്ങിക്കുന്നത്? അത് അവൾക്ക് കുറച്ചില്ലല്ലേ മോളെ? നിങ്ങളുടെ വീട്ടിലെ മൂത്ത മരുമകളിലെ ശ്രുതി, അവളാണ് എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിച്ചോണ്ട് പോയത്. ചന്ദ്രമതി അമ്മയുടെ വീട്ടിൽ ഈ കാര്യം ആരെയും അറിയിക്കരുതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാര്യം കേട്ടോണ്ടത്തിന് വർഷ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട്, അയ്യോ, അപ്പൊ മഹിമ പറഞ്ഞതൊന്നും തന്നെ രേവതിയെ പറ്റിയല്ലേ? ഇനിയിപ്പോ സച്ചിയോട് ഞാൻ എന്തു മറുപടി പറയും? എന്നാലും ഈ ശ്രുതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നവളാണ് ഞാൻ ഒട്ടും കരുതിയില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിന് ചന്ദ്രമതി ആകങ്ങനെ വല്ലാതായി ടെൻഷനായി നിൽക്കാണ്. ആ സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താമ്മേ, ഇപ്പൊ നിങ്ങളുടെ നാവിറങ്ങിപ്പോ ഇല്ലാത്ത തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ രേവതിയെ പറ്റിയിട്ട് എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞുണ്ടാക്കിയിരുന്നത്? ഏത് മരുമകളെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അമ്മ രേവതിയെ പറ്റി കുറ്റം പറഞ്ഞത്. ഇവിടെ പാർലറേട്ടത്തിക്കാണ് പണത്തിനോട് അത്യാർത്ഥി, അല്ലാതെ എന്റെ രേവതിക്കൊന്നുമല്ല. അമ്മയോട് പോലും പറയാതെയാണ് അവൾ നേരെ വർഷയുടെ വീട്ടിലേക്ക് പോയിട്ട് പണം വാങ്ങിച്ചത്.
1-2 രൂപയൊന്നുമല്ല, 5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. അമ്മേ, ഇനി എങ്ങാനും എന്റെ രേവതിയെ പറ്റിയിട്ട് ആവശ്യമില്ലാതൊക്കെ വിളിച്ചോണ്ട് പറഞ്ഞ ഞാൻ അതൊന്നും കേട്ടോണ്ടിരിക്കില്ല അമ്മേ. അന്നേരം രേവതി പറഞ്ഞിട്ട്, അമ്മേ, എനിക്കും എന്റെ വീട്ടുകാർക്കും പണത്തിന് കുറവുണ്ട്. പക്ഷേ അഭിമാനം പണയം വെച്ചുകൊണ്ടതിന് ആരുടെ മുന്നിലും ഇങ്ങനെ കൈ ഓച്ചാനിച്ച് നിന്നുകൊണ്ടതിന് പണം വാങ്ങിക്കാനൊന്നും എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ സച്ചേട്ടൻ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെ അധ്വാനിക്കുന്നുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ കാശിന് അത്യാർത്ഥിയുള്ളത് ആർക്കാണെന്ന് ഇനിയെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്നാൽ രേവതിയുടെ ആ ഒരു തക്ക മറുപടി കേട്ടതോടുകൂടത്തിന് പിന്നെ ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയാതെ അങ്ങനെ വായ അടച്ചു നിൽക്കുമായിരിക്കും ചന്ദ്രമതി. രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ കാണിച്ചു കൂട്ടിയതിനൊക്കെ ശരിക്കും രേവതി മോളോട് പോയി മാപ്പ് ചോദിക്കേണ്ടതാണ് ചന്ദ്രയെ. പക്ഷേ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ദൈവങ്ങൾക്ക് പൂക്കെട്ടി രാവന്തിയോളം അധ്വാനിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ള രേവതിയെ പറ്റിയിട്ട് നീ എന്തൊക്കെ ഇല്ലാ കഥകളാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇനിയെങ്കിലും മര്യാദക്ക് നിൽക്കാൻ നോക്കടി, അല്ലെങ്കിൽ പിന്നെ നിന്നെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഈ രവിചന്ദ്രന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇതേ സമയത്ത് തന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ് ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ശ്രുതിയുടെ കർണം തീർത്ത ഒരൊറ്റ അങ്ങ് പൊട്ടിക്കും. അതോടുകൂടി ശ്രുതി വല്ലാതെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആന്റി എന്തിനാ എന്നെ തല്ലിയത് എന്ന് ചോദിക്കും. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ട്, എടി, ഞാൻ പോലും അറിയാതെ ആ മഹിമയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് 5 ലക്ഷം രൂപയൊക്കെ പണം കടം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി മഹിമയുടെയും മധുസൂദനന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമടി? നിനക്ക് അങ്ങനെ കാശിന് അത്യാവശ്യമുണ്ടെങ്കിൽ നിനക്ക് വർഷമോളോടടുത്ത് ചോദിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അതൊന്നും ചെയ്യാതെ നേരെ മഹിമയുടെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് പണം ചോദിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ അപമാനം ഇനി ഈ വീട്ടിൽ വരാനില്ല. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, അത് പിന്നെ ആന്റി, പെട്ടെന്ന് കാശിന് അർജന്റ് ഉണ്ടായിരുന്നോ, മറ്റു വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും. ചന്ദ്ര പറഞ്ഞിട്ട്, മിണ്ടിപ്പോവരുത്, നിന്റെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നീ മഹിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 ലക്ഷം രൂപ തിരികെ കൊടുത്തോളണം. നീ കാരണം ഇപ്പോ ഈ വീട്ടിലെ എല്ലാവർക്കും മുന്നിൽ തൊലിയുരിഞ്ഞ് നിൽക്കുമായിരുന്നു ഞാൻ. എന്റെ അഭിമാനമാണ് നീ ഇല്ലാതാക്കിയത്. എടി, ഇതിനോട് നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിലേക്ക് എന്റെ മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് വല്ലാതാവും. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ആ മഹിമ എന്നവളെ ഞാൻ വെറുതെ വിടി, എന്നെയും ആന്റിയെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ടതിന് അവരുടെ മകൾ വർഷയ്ക്ക് ഇവിടെ കൂടുതൽ സ്ഥാനം കൊടുക്കാനാണ് മഹിമ ശ്രമിച്ചത്. ഏതായാലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ചിന്തിച്ച് ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല.